ഇറങ്ങി പോടല്ല. ഓ ശരി. ഇക്കണക്കിന് പോയ കൊച്ചിയിലെ നമ്പർ 1 ടീമാകുന്നമ്മ. പിന്നെ അല്ലാതെ ബോംബെ കുട്ട പിന്നാരമുത്തേ, നീ എന്താണ് മാറി നിൽക്കണത്? മച്ചാനാണ് ഇനി മുതൽ ഞങ്ങളുടെ മച്ചാൻ. മച്ചാനല്ലടാ ഈ സാധനോ? അയ്യോ, ഇത് നമ്മുടെ ആശ. പക്ഷെ അതാണ് ആശാൻ. ഞാൻ ചത്തുപോയാലും നീ ആയിരിക്കണം ഇവരുടെ അടുത്ത ആശാൻ. കേട്ടോടാ ബോംബെ കുട്ട. ഞാൻ ബോംബെക്കാരനല്ല. നീ ബോംബെക്കാരനല്ല, പിന്നെ എവിടുത്തുകാരനാണ്? ഞാൻ ബോംബെക്കാരനല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഗുണ്ടയല്ല, ബോംബെക്കാരനുമല്ല. ഞാനൊരു സ്കൂൾ മാഷ, മോഹൻ. അഭിനയഭ്രാന്ത് കയറി, സിനിമാ ഭ്രാന്തി കയറി ജീവിതം നശിപ്പിച്ച് വിട്ടു. മോൻ ഇത് എവിടായിരുന്നു? എന്തൊക്കെയാ ഈ നടക്കുന്നത്? സാവിത്രി കുഞ്ഞ് എന്തിനാ മഠത്തിലേക്ക് പോയത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്തേ? എത്ര ദിവസമായി മോനായിട്ട് ഒന്ന് വിളിച്ചിട്ട്? അങ്ങോട്ട് വിളിച്ചാലിട്ട് കിട്ടുന്നില്ല. നിങ്ങളുടെ ഫോൺ എവിടെ പോയി? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നട റോട്ടി കിടന്ന് തല്ലുണ്ടാക്കുക, പോലീസ് പിടിക്കുക. മാഷിനെ പരുവത്തി കണ്ടപ്പോ ഉണ്ണിക്കുട്ടൻ വല്ലാതെ പേടിച്ചു പോയി. ആരാ അവരൊക്കെ? എന്തായിരുന്നു പ്രശ്നം? അവരെപ്പോഴാ പോയത്? വന്ന പാടെ ബാഗ് എടുത്തോണ്ട് പോയി. ചോദിച്ചിട്ട് ഒന്നും പറയാതാ കുഞ്ഞു പോയത്. ഇറങ്ങി വാടാ സിനിമാക്കാരെ, ഇറങ്ങി വാടാ. ഒരു പാവം പിടിച്ചവന്റെ ജീവിതം കോഞ്ഞാട്ടാക്കിട്ട് നീയൊക്കെ കൊതവും കുത്തി ഉറങ്ങാണടാ. പൊട്ടനാക്കിയപ്പോ നിനക്കൊക്കെ മതിയായില്ല. ചാൻസ് കൊടുത്തില്ലെങ്കിൽ വേണ്ട. നല്ല ആമ്പിള്ളേരുടെ പടത്തിൽ അവനേക്ക് ഞങ്ങളുടെ മാഷ്. നിന്റെയൊക്കെ ചീഞ്ഞപടം പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പിടിച്ചു. നീയൊക്കെ ഫുട്പാത്തിലിരുന്ന് കിലോക്ക് പത്തേ എന്ന് പറഞ്ഞ് ഷഡ്ഡി കച്ചവടം നടത്തും. അപ്പൊ ഞങ്ങ ഒരു വരവ് വരും. എന്തിനാടാ ഷഡ്ഡി വാങ്ങാനാണോ? ഞങ്ങളുടെ മാഷിന്റെ പടത്തിന്റെ പോസ്റ്റർ നിന്റെ നെഞ്ചത്തൊട്ടിക്കാൻ. ആ മാഷിന് നിന്നോടൊക്കെ എന്ത് ദ്രോഹാണാ ചെയ്തത്? സിനിമാടനാകാൻ നോക്കിയാടാ അങ്ങനെ ഇത് തെറ്റ്. ചാൻസ് കിട്ടിയാൽ ഏതവനാണ് ആ സിനിമയിൽ അഭിനയിക്കാത്തത്? പ്രശസ്ത സംവിധായകൻ ശ്രീകുമാറിനെ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും കാണാതായി. കൂടെയുണ്ടായിരുന്ന 2 സഹസംവിധായകരോടൊപ്പമാണ് ശ്രീകുമാറിന്റെ തിരോധാനം. സിനിമാ പ്രവർത്തകരാണ് ശ്രീകുമാറിനെ കാണാനില്ലെന്ന വിവരം പോലീസിനെ അറിയിച്ചത്. തുറന്നു കിടന്നിരുന്ന ഫ്ളാറ്റിൽ മോഷണ ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഹൻ, ഒച്ച വെക്കരുത്. സാവിത്രിയെ കാണാൻ പറ്റില്ല. അത് പറയേണ്ട സിസ്റ്റർ അല്ല. അവൾക്ക് തന്നെ കാണാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ വെച്ചത് നടക്കില്ല. എനിക്ക് അവരെ കണ്ടേ പറ്റൂ. ഇങ്ങോട്ടാണ് തള്ളി കയറി പോകുന്നത്. അയാളോടുണ്ട്. ആര്? നീ വലിയ നടനാ. ഞങ്ങൾ തിരക്കിയായിരുന്നു വിവരമൊക്കെ. അഭിനയം നിർത്തിയിട്ട് ഇയാൾ എവിടെ ഉണ്ടെന്ന് പറയടാ. സാർ, ഞാൻ എന്റെ ഭാര്യയും മകനെയും കാണാൻ വന്നത് ഇവിടെ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല.
നിനക്കൊന്നും അറിയില്ലല്ലടാ. എന്താ സാർ പ്രശ്നം? സോറി സിസ്റ്റർ. സാർ എന്താ കാര്യം? പത്രം കണ്ടില്ലേ സിസ്റ്റർ? അത് തന്നെ പ്രശ്നം. വാദ്യർ ആദ്യം നാട്ടിൽ നിന്ന് മുങ്ങി, പിന്നെ അടിപിടി കേസിലായി. സിനിമാ പ്രാന്ത് മൂത്തപ്പോ സംവിധാനം തന്നെ അങ്ങ് പൊക്കി. സാർ സത്യമായിട്ട് നിങ്ങൾ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാടാ. വാ ഇവിടെ. അയ്യോ സാർ പ്ലീസ്. നടക്കടാ. സാവിത്രി, ഞാനൊന്നും നടക്കടാ. അറിഞ്ഞിട്ടുള്ള കാര്യമില്ല സാവിത്രി. നടക്കടാ ഇങ്ങോട്ട്. സാർ എന്റെ മോൻ. എന്താടാ ഒരു വേല? പിടിക്കവനെ. സാധനം കാണിച്ചു തരാം. ഓർമ്മക്കട നന്ദി. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. നല്ല ഫ്രഷ് പീസാ. തന്റെ അടുത്ത പടത്തിലെ ഹീറോ. ഇനി താൻ പടം പിടിക്കുമ്പോ ഇവനെ നായകനാക്കി പടം പിടിച്ചാ മതി കേട്ടാ. മര്യാദക്ക് ഇവിടെ നിന്ന് ഗത എഴുതിക്കൊള്ളണം. ഗത മുഴുങ്ങി തീർത്താലേ നിലത്തിറക്കൂ. നിലത്ത് വന്നാലല്ലേ മോനെ സമ്മാനം. മതിയുടെ ഡയലോഗ് പുള്ളി എഴുതിക്കോളൂ. പോവാച്ചാന്. ആ ഇവിടെ നിന്ന് കഥ പോയിക്കോ. ഞങ്ങൾ പോയിട്ട് വരാം. മാഷ് നിക്ക് അവിടെ നിക്ക്.